ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സുകുമാരി പ്രിയങ്കയെ വിളിക്കുന്നു. ദേവന്റെ നിലയിൽ ഒരു മാറ്റവുമില്ല, നീ ഇങ്ങോട്ടേക്ക് പോരെന്ന് പറയുന്നുണ്ട്. നിന്റെ അമ്മ ദേവനെ ഉണർത്താൻ വേണ്ടി രാധികയെ കൊണ്ടുവരാനുള്ള വാശിയിലാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്നും മിണ്ടാതിരുന്നേ. അച്ഛൻ എന്നോട് വെറുപ്പാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ നിഷേധിക്കും. അങ്ങനെ ഒരാളെ കാണാൻ ഞാൻ എന്തിനാ വരുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാണ്. വരുൺ രാധികയെ തേടി പോയിരിക്കുകയാണ്. രാധികയുമായിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അതിനെന്താ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇനി അച്ഛൻ്റെ കാര്യം കൂടി തലയിലെടുത്ത് വെക്കാൻ എനിക്ക് വയ്യ. ഞാൻ വരുന്നില്ല. മുത്തശ്ശി അതിനു വേണ്ടി എന്നെ വിളിക്കുകയും വേണ്ട. സുകുമാരി പറയുന്നു, ശരി എങ്കിൽ നീ ഈ പറഞ്ഞ കാര്യം നേരെ ചെവേ നോക്ക്. നേരെ ചെവേ നോക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ ജയഭാരതി ഉണ്ടല്ലോ, വരുണിന്റെ മുത്തശ്ശി, അവരുടെ തല പൊട്ടിത്തെറിക്കണം. കൊച്ചുമോന്റെ കാര്യം വന്നാലേ അവര് പിന്നെ ഭദ്രകാളിയാണ്, ഉറഞ്ഞിങ്ങ് വന്നോളും. ഇരിക്കേട്ട് സുകുമാരി പറയുന്നു, എടി നീ വിചാരിച്ച അവരെയൊക്കെ അടക്കാൻ സാധിക്കും. ആ കുടുംബമാണ് നിന്റെ ശക്തി. അവരെ എല്ലാവരെയും കൂടെ നിർത്തിക്കോ. എടുത്തച്ചാട്ടം കൊണ്ട് അത് ഇല്ലാണ്ടാക്കരുത്. ശരി മുത്തശ്ശി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോണും വെച്ചു. മകന് ആപത്ത് വന്നിട്ട് പോലും മൈൻഡ് ചെയ്യാതെ കൊച്ചുമകൾക്ക് തന്ത്രം മെനഞ്ഞു കൊടുക്കുകയാണ് സുകുമാരി. പിന്നീട് കാണിക്കുന്നത് ആശ്രമത്തിൽ. സ്വാമിജിയുടെ അരികിലേക്ക് ഒരു സ്വാമി വന്നിട്ട് പറയുന്നു, ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറും വേണമെന്ന് പറഞ്ഞില്ലേ, ഒരു ജോലി തേടി ഒരാൾ വന്നിരിക്കുന്നുണ്ട്, വിളിച്ചോളൂ എന്ന് അദ്ദേഹവും പറയുന്നു. സ്വാമിജിയുടെ അരികിലേക്ക് പ്ലംബറായി എത്തിയിരിക്കുന്നത് വരുണാണ്. വന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയാണ് വരുണിനെ അടുത്തേക്ക്. ജോലിയിൽ മുൻപരിചയമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതെ ഉണ്ടോ എന്ന് വരുൺ പറയുമ്പോൾ എവിടുത്തുകാരനാണെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ഞാനിവിടെ അമ്പലത്തിൽ കുറച്ച് അകലെയായിട്ടാണ് എൻ്റെ വീട്. ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്. അത് ഇവിടെ തന്നെ താമസിച്ച് ഇവിടുത്തെ ജോലികൾ ചെയ്യുന്ന ഒരാളെയാണ് ഇവിടെ ആവശ്യം. അതിന് തയ്യാറാണോ എന്ന് സ്വാമിജി ചോദിക്കുന്നു. പഠിച്ചത് എന്ന് സ്വാമിജി വീണ്ടും ചോദിക്കുമ്പോൾ വരുൺ മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര, ആ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കല്ലേ. പഠിച്ച സർട്ടിഫിക്കറ്റ് അല്ല, ജോലിയിലെ വൈദഗ്ധ്യത്തിന്റെ അളവ്, ജോലി ചെയ്തുള്ള പരിചയം, അതാണ് പ്രധാനം. ഇരിക്കേട്ട് വരുൺ പറയുന്നു, എന്ത് ജോലി തന്നാലും ഞാനത് ചെയ്തോളാം. ആശ്രമമാണ്, ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉദയചന്ദ്രൻ വ്യക്തമായി പറഞ്ഞു തരുമെന്നും സ്വാമിജി. ഉദയചന്ദ്ര, പ്രാർത്ഥനാ ഹാളിൽ കുറെ ലൈറ്റുകൾ കേടായി കിടക്കുകയല്ലേ, അത് ഇയാളെ ഒന്ന് ഏൽപ്പിക്ക്. ഇയാളുടെ കഴിവ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. എന്നിട്ട് പ്രാർത്ഥനാ ഹാളിൽ കൊണ്ടുപോകാനും അവിടുത്തെ കാര്യങ്ങൾ നേരാവണ്ണം നോക്കാനും പറയുന്നു. അവിടുത്തെ കാര്യങ്ങളിൽ തനിക്ക് നേരാവണ്ണം ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഇവിടെ ജോലി നോക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് സ്വാമിജി പറയുന്നു. അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ID കാർഡും ബാക്കി ഡീറ്റെയിൽസും ഓഫീസിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് വരുണിനെ പറഞ്ഞയക്കുന്നു. വരുൺ പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പേരെന്താണെന്ന്. സ്വന്തം പേര് പറയണ്ട എന്ന് വരുൺ ഓർക്കുന്നു. എന്നാലും വരുൺ എന്ന് തന്നെയാണ് വരുൺ പേര് പറഞ്ഞിരിക്കുന്നത്. കാരണം ID കാർഡൊക്കെ കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അതിൽ പേര് കാണുമെന്ന് വരുണിന് അറിയാം. അതുകൊണ്ട് പേര് മാറ്റി പറയാനും കഴിയില്ല. അല്പം മാറ്റി നിർത്തിയിട്ട് വരുണിനോട് അവിടുത്തെ സ്വാമി പറയുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ആള് മോശമൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ എല്ലാം നോക്കണമെന്നില്ലല്ലോ. താങ്കൾ ചെറുപ്പമാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ജോലിയാണ് അത്യാവശ്യമെന്ന് വരുൺ. ലൈറ്റുകളും ഫാനുകളും എല്ലാം കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. 2-3 പ്രാവശ്യം അയാൾ ശരിയാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതാണ്. ഇവിടുത്തെ മൊത്തം വയറിങ് മാറ്റേണ്ടി വരും എന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. എന്തായാലും താങ്കളൊന്ന് ശ്രമിച്ചു നോക്ക്. ആരെങ്കിലും സഹായത്തിന് വേണോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, ഏയ് വേണ്ട വേണ്ട, എനിക്ക് ഈ ജോലിയിൽ ഏകാഗ്രത കിട്ടണമെങ്കിൽ തനിച്ച് നിന്നെങ്കിലേ പറ്റൂ. കുറച്ചു നേരത്തേക്ക് ആരും ബുദ്ധിമുട്ടിക്കില്ല എങ്കിൽ സന്തോഷം. എങ്കിൽ പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. വരുണും വിചാരിക്കുന്നു, ആത്മവിശ്വാസം, ഇതൊക്കെ ഏത് കാലത്ത് കേടായി കിടന്നതാണോ എന്തോ. മുത്തശ്ശി പറഞ്ഞ ധൈര്യത്തിൽ വേഷം കെട്ടിയതാണ്. ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. അങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ട് നോക്കുകയാണ് വരുൺ. എന്നാൽ ഒന്നും തന്നെ വർക്ക് ആവുന്നില്ല. എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു. അവിടെ കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കണ്ട് വരുൺ കണ്ണനോട് പറയുന്നു, എൻ്റെ കൃഷ്ണ, രാധികയും ഞാനും തമ്മിലുള്ള ബന്ധം നന്നാക്കണമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ഇതാണോ പ്രാർത്ഥന എന്ന് ചോദിച്ച് രാധികയുടെ ശബ്ദം കേൾക്കുകയാണ് വരുൺ. രാധികയും ആ സ്വാമിനിയും വരുന്നത് കണ്ട് പെട്ടെന്ന് വരുൺ കട്ടന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. ഇതാണോ പ്രാർത്ഥനാലയം എന്നാണ് രാധിക അവരോട് ചോദിച്ചത്. ഇതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു ദിവസമായി പ്രാർത്ഥന നടക്കുന്നത് മറ്റൊരു സ്ഥലത്താണെന്ന് സ്വാമിനി പറയുമ്പോൾ രാധിക പറയുന്നു, ഇത് നല്ല സ്ഥലമാണല്ലോ, പിന്നെ എന്ത് പറ്റി? വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ഇലക്ട്രിക് വർക്കുകൾ താറുമാറായി കിടക്കുകയാണ്. അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഞാൻ ഈ പൂജാമുറിയും മറ്റും കാണിച്ചു തരാൻ വരൂ എന്ന് പറഞ്ഞ് രാധികയും കുട്ടിയെ ആ സ്വാമിനി അവിടെ നിന്ന് പോകുമ്പോൾ വരുൺ കട്ടൻ മാറ്റി നോക്കുന്നുണ്ട് പോയോ എന്നറിയാൻ. എന്നിട്ട് പുറത്തേക്ക് വന്നു. വരുൺ ഫോണിൽ പരിശോധിക്കുകയാണ്.
ഇവരൊക്കെ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന്. അങ്ങനെ ഫോണിൽ കൊടുത്തിരിക്കുന്നത് പോലെയെല്ലാം വരുൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൽ വിജയിച്ചാൽ മാത്രമേ വരുണിന് ഇവിടെ നിൽക്കാൻ സാധിക്കൂ. അങ്ങനെ വരുൺ ഒരുവിധം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് സ്വാമിജി വന്നിരിക്കുന്നുണ്ട്. എന്താ പുരോഗതി വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശരിയാക്കിയിട്ടുണ്ട്. ഇനി മെയിൻ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാം. അങ്ങനെ ഉപേന്ദ്രൻ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നു. ടെൻഷനോടെ വരുൺ നിൽക്കുന്നു. എന്നാൽ മെയിൻ സ്വിച്ച് ഓൺ ആക്കിയ പാടെ ആ ലൈറ്റ് കത്തുകയാണ് ചെയ്തത്. സമാധാനത്തോടെ വരുൺ നിൽക്കുന്നു. സന്തോഷത്തോടെ സ്വാമിജിയും. കാരണം ഇതുവരെ അത് റെഡിയാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഈ വയറിങ് മൊത്തത്തിൽ മാറണമെന്നായിരുന്നു മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞത്. ഈ നിമിഷ നേരം കൊണ്ടാണ് വരുൺ ഇത് റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഫാനും ഓൺ ആയിരിക്കുന്നു. താൻ മിടുക്കനാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ആൾ പലവട്ടം പരീക്ഷിച്ച് തോറ്റുപോയതാണ് എന്ന് സ്വാമിജി പറയുമ്പോൾ വരുൺ പറയുന്നു, ജോലി പഠിപ്പിച്ച ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ജോലി ചെയ്താലും ദൈവവിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന്. ഞാനും അത്രേ ചെയ്തോളൂ. നന്നായി കറകളഞ്ഞ വിശ്വാസമാണ് മനുഷ്യനെ ഉന്നതിയിൽ എത്തിക്കുന്നത്. എന്നിട്ട് ഉപേന്ദ്രനോട് പറയുന്നു, ഓഫീസിൽ കൊണ്ടുപോയി ഇയാളുടെ ഡീറ്റെയിൽസ് വാങ്ങിക്ക്. ഇയാൾ ഇവിടെ തന്നെ തുടർന്നോട്ടെ. വരുൺ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. സ്വാമി അനുഗ്രഹിക്കണം. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കണം. ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണോ അത് നടക്കണമെന്നുള്ള പ്രാർത്ഥന. ഇത് കേട്ട് അദ്ദേഹം അനുഗ്രഹിക്കുകയും വരുണിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. സാധനങ്ങളൊക്കെ ആയിട്ട് വരുണും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നുണ്ട്. വിനയമുണ്ട്, വിവേകവുമുണ്ട്, കൊള്ളാം എന്ന് ആ സ്വാമിജി വരുണിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധിക കൃഷ്ണ വിഗ്രഹവുമായി അങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രാധികയെ കാണാൻ വേണ്ടി ആ ജനലിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് വരുൺ. രാധിക ഒറ്റയ്ക്കാണ് ആ മുറിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. തൊഴുതുകൊണ്ട് രാധിക കണ്ണനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനം കിട്ടണേ. എങ്ങനെ ചിന്തിച്ചാലും ഞാൻ ഈ എടുത്ത തീരുമാനമാണ് ശരി. ഒരാൾക്കും ഞാൻ ബാധ്യതയാകാൻ പാടില്ല. വരുൺ നല്ലൊരു ജീവിതം ആരംഭിക്കണം. പെട്ടെന്ന് വരുണിൻ്റെ ഒരു ചിന്തകൾ മനസ്സിൽ വന്നിരിക്കുകയാണ് രാധികയുടെ. വരുണും രാധികയും തമ്മിലുള്ള ആ പ്രണയ നിമിഷങ്ങൾ. രാധികയ്ക്ക് പെട്ടെന്ന് വരുണിനെ മറക്കാൻ സാധിക്കില്ല. ഓരോന്നോരോന്ന് മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ 10 മടങ്ങായി മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാധിക വീണ്ടും പറയുന്നു, ഭഗവാനെ, മറവി ചോദിക്കുമ്പോൾ ഓർമ്മയാണല്ലോ വീണ്ടും തരുന്നത്. എനിക്ക് ഓടി ഒളിക്കാൻ കഴിയില്ലെന്നാണോ അതിനർത്ഥം? എനിക്ക് ഇത് തന്നെയാണെന്നാണോ അർത്ഥം? എനിക്കൊരു ഉത്തരം താ എന്നൊക്കെ രാധിക പ്രാർത്ഥിക്കുമ്പോൾ വരുൺ ആ ജനാലയുടെ വിടവിൽ കൂടി രാധികയെ കാണുകയും ഉത്തരം താ എന്ന് പറഞ്ഞ് കൈനീട്ടി നിൽക്കുന്ന രാധികയുടെ കയ്യിലേക്ക് വരുൺ ഒരു പൂ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. രാധിക ജനാലയിൽ കൂടി നോക്കുമ്പോൾ ആരോ ഓടിപ്പോകുന്നതായി കാണുന്നു. ആരാത് എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട്. രാധിക അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പിന്നെ വരുൺ പോയി നിൽക്കുന്നത് മറ്റൊരു അവിടുത്തെ സ്വാമി വരുന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എന്തൊരു ജോലി ചെയ്യുന്നത് പോലെ വരുൺ ആക്ട് ചെയ്യുന്നുണ്ട്. ആരാത് എന്ന് സ്വാമിനി വരുണിനോട് ചോദിക്കുന്നുണ്ട്. എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, അത് ഈ പൈപ്പ് ശരിയാക്കിയായിരുന്നു, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കിയതാ. അതൊക്കെ രാവിലെ മതി. ഇവിടെ സന്യാസിമാരുടെ താമസ സ്ഥലമാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പ്രവേശനമില്ല. അയ്യോ, എനിക്കത് അറിയില്ലായിരുന്നു. ഇനി അത് ആവർത്തിക്കില്ല എന്ന് വരുൺ പറയുന്നു. ഈ സമയം ആ ഭാഗത്തേക്കൊക്കെ രാധിക വന്ന് നോക്കുന്നുണ്ട്. നേരത്തെ ഓടിപ്പോയത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു. രാധിക നോക്കുമ്പോൾ വരുൺ പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. വരുണിന്റെ മുഖം കാണുന്നില്ല. പിറകുവശം മാത്രമാണ് കണ്ടത്. ആരാത് എന്ന് രാധിക ചോദിക്കുമ്പോൾ സ്വാമിനി പറയുന്നു, ആ പ്ലംബറാണ്. പൈപ്പിന് ലീക്കുണ്ടോ എന്ന് നോക്കാൻ ഇറങ്ങിയതാണത്രേ. വന്നതല്ലേ ഉള്ളൂ. 1-2 ദിവസം കാണും ഈ ഉത്സാഹവുമൊക്കെ. രാധികയുടെ പ്രാർത്ഥന കഴിഞ്ഞോ എന്ന് സ്വാമിനി ചോദിക്കുന്നു. ഇല്ല, സ്വാമിനി വരുന്നത് കണ്ടു എന്ന് രാധിക. എങ്കിൽ പ്രാർത്ഥന തുടർന്നോളൂ, ഞാൻ കുട്ടികളെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സ്വാമിനി പോകുന്നു. രാധിക കയ്യിലിരിക്കുന്ന പൂവിലേക്ക് നോക്കുന്നു. വരുണാണോ ഇത്? വരുൺ എങ്ങനെയാ പ്ലംബറായിട്ടൊക്കെ വരുന്നത്? ആ തോന്നൽ അങ്ങോട്ട് മാറുന്നില്ലല്ലോ എന്നൊക്കെ രാധിക ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. വന്നത് വരുണാണ് എന്നൊരു മനസ്സിൽ ഒരു വിശ്വാസം വന്നിരിക്കുകയാണ് രാധികയ്ക്ക്. പക്ഷേ മുഖം കാണാത്തത് കൊണ്ട് അത് ഉറപ്പിക്കുന്നില്ലെന്ന് മാത്രം. ശേഷം ഹോസ്പിറ്റലിൽ തന്ത്രിയെ കാണാനായിട്ട് യശോദയും സുകുമാരിയും അകത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. തന്ത്രിയെ വിളിച്ചുണർത്താൻ യശോദ ശ്രമിക്കുന്നുണ്ട്. കണ്ണടച്ച് കിടക്കുകയാണ് തന്ത്രി. സുകുമാരിയും വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ ആ സിസ്റ്റർ പറയുന്നു, വേണ്ട, വിളിച്ചുണർത്താൻ ശ്രമിക്കണ്ട. ഉണരണമെങ്കിൽ തന്നെ പേഷ്യൻ്റ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. അതിന് നല്ല ബുദ്ധിമുട്ടാകും. സിസ്റ്റർ, ദേവേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, ഞങ്ങളുടെ മോള്. അവളെ കാണാത്ത വിഷമത്തിലാണ് ഈ കിടപ്പും. അവൾ വന്നാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് യശോദ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിക്കണമെന്ന് ആ സിസ്റ്റർ പറയുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സിസ്റ്റർ പറയുമ്പോൾ അവിടുന്ന് യശോദ പുറത്തേക്ക് പോകുന്നു. മറ്റെന്തെങ്കിലും കാണിക്കുമോ എന്ന് വിചാരിച്ച് സുകുമാരി പിറവേ പോവുകയാണ്.
യശോദ രാധികയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. നീ ആരെയാ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ സുകുമാരി യശോദയുടെ അരികിലേക്ക് എത്തി. അവൾ വന്ന് വിളിച്ച ദേവേട്ടൻ കണ്ണു തുറക്കുമെന്ന് യശോദ. അവനെ പ്രസവിച്ച ഞാൻ വിളിച്ചു, ഇത്രയും കാലം കൂടെ ജീവിച്ച നീ വിളിച്ചു, എന്നിട്ടും അവൻ ഉണർന്നില്ല. അവൾ വന്നാലും ദേവന്റെ നിലയിൽ ഒരു മാറ്റവും വരില്ല. ആ പേരും പറഞ്ഞ് അവളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കേണ്ട യശോദേ എന്നെ സുകുമാരി പറയുമ്പോൾ യശോദ സങ്കടത്തോട് പറയുന്നുണ്ട്. അമ്മയെ വൈരാഗ്യമൊക്കെ ഇവിടെ മാറ്റിവെക്കേ, നമുക്ക് ദേവേട്ടന്റെ ജീവനല്ലേ പ്രധാനം. ഇരിക്കേട്ട് സുകുമാരി പറയുന്നു. അവൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അതിന്റെ പേരിൽ ദേവനെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായാൽ നീ സമാധാനം പറയാം. മാത്രമല്ല രാധികയെ നീ ഇവിടേക്ക് വിളിച്ചു വരുത്തിയെന്നറിഞ്ഞാൽ ആ നിമിഷം പ്രിയങ്ക ആത്മഹത്യ ചെയ്യും. നിനക്കത് കാണണോ? 10 മാസം ചുമന്ന് പ്രസവിച്ച സ്വന്തം മകളെ കൊന്നിട്ട് വേണോ നിനക്ക് ആ അനാഥ പെണ്ണിനെ സ്നേഹിക്കാൻ? അടങ്ങി ഒതുങ്ങി അവിടെയെങ്ങാണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കേശോദേ, അത് മതി എന്ന് പറഞ്ഞ് സുകുമാരി ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് യശോദ. ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ ഈശ്വര എന്നെ കരഞ്ഞുകൊണ്ട് തന്നെ യശോദ കണ്ണനോട് ഈശ്വരനോട് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.